ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ ഒരാളെ പരിചയപ്പെട്ടു. പുള്ളിക്കാരൻ്റെ പേരാണ് വിഷു. അദ്ദേഹം ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ് കേട്ടോ. നിമിഷ നേരം കൊണ്ട് നമ്മുടെ പിക്ക് വർണ്ണാഭമായി വരച്ചു മാറ്റുക എന്നതാണ് ആ ചേട്ടൻ്റെ ഹോബി. അപ്പോൾ കാണാം, ഒരു കുട്ടി വന്ന് പറഞ്ഞു, ചേട്ടാ എൻ്റെ പിക്ക് കൂടെ വരച്ചു തരാമോന്ന്. മറ്റൊന്നും നോക്കിയില്ല, തൻ്റെ പെൻസിലെടുത്ത് ഡ്രോയിങ് ബോർഡിൽ പുള്ളിക്കാരൻ വരച്ചു തുടങ്ങി. അപ്പോൾ കാണാം, ഒരു പയ്യൻ വന്നിട്ട് പറഞ്ഞു, ചേട്ടാ എന്നെ കൂടെ ഡ്രോയിങ് പഠിപ്പിക്കുമോന്ന്. മറ്റൊന്നും നോക്കില്ല, തൻ്റെ കയ്യിലുള്ള ഒരു പാഡും ഒരു പെൻസിലും കൊടുത്തിട്ട് അത് എങ്ങനെ വരയ്ക്കണമെന്ന് ആ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെ വീണ്ടും രണ്ടുപേരും വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ചേട്ടൻ ഇപ്പോൾ ആ കുട്ടിയുടെ ആ ഒരു തലയുടെ പോർഷൻ നല്ല അതിമനോഹരമായ രീതിയിലാണ് വരച്ച് മാറിക്കൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരി കൗതുകം നിറഞ്ഞ കണ്ണുകളോടെ ആ ചേട്ടനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ശരിക്കും ഇങ്ങനെയുള്ള കലാകാരന്മാരെയല്ലേ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടുള്ളത്. ചേട്ടൻ്റെ ഡ്രോയിങ് കണ്ടപ്പോൾ ഒരുപാട് പേര് അത് ആസ്വദിക്കുവാനായിട്ട് ചുറ്റും കൂടി. അത്ര നല്ല പെർഫെക്ഷനായിട്ടാണ് ആ ചേട്ടൻ വരയ്ക്കുന്നത്. എല്ലാവരും പരസ്പരം പറയാൻ തുടങ്ങി എന്ത് മനോഹരമായിട്ടാണ് ആ പയ്യൻ ആ ഒരു ഡ്രോയിങ് വരച്ചു മാറുന്നത്. അപ്പോൾ മറ്റേ പുള്ളിക്കാരനും പടം അങ്ങനെ തകൃതിയായി വരച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുഞ്ഞുമോളുടെ ചിരിയും നോട്ടവും കണ്ടപ്പോൾ എനിക്കെൻ്റെ ഒരു കൂട്ടുകാരിയാണ് ഓർമ്മ വന്നത് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ആ ചേട്ടൻ ലാസ്റ്റത്തെ ആ ഒരു കണ്ണിൻ്റെ പോഷൻ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ചിത്രം വരച്ചു തീരാറായി. അപ്പോൾ പുള്ളിക്കാരി ഭയങ്കര എക്സൈറ്റഡ് ആണ് ആ ഒരു ചിത്രം കാണാൻ. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ രണ്ട് പിള്ളേർ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. അവന്മാരും വീഡിയോ പതിയുന്ന അവന്മാർക്ക് മനസ്സിലായി. അങ്ങനെ ഇവിടെ ഒരാളാണെങ്കിൽ അത് തകൃതിയായിട്ട് വരച്ച് പാതിയായി. അപ്പം കാണാം ഒരു കുട്ടി, ചേട്ടാ എൻ്റെ ചിത്രം കൂടി വരച്ചു തരുമെന്ന് പറഞ്ഞ് പിള്ളേരെയും കൂടി ചേട്ടൻ മോളെ വരച്ചു തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ചേട്ടൻ വരച്ച ചിത്രം നോക്കിക്കൊണ്ട് അവൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി എപ്പോഴാ ചേട്ടാ എൻ്റെ ചിത്രം കൂടെ വരച്ചു തരുന്നതെന്ന്. അങ്ങനെ ആ കുട്ടിയുടെ ചിത്രം അതിമനോഹരമായ രീതിയിൽ ആ ചേട്ടൻ വരച്ചെടുത്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എന്നിട്ട് ആ ചിത്രത്തിലെ ആ ചേട്ടൻ്റെ സിഗ്നേച്ചർ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ആ മോക്ക് എന്നും നല്ലൊരു ഓർമ്മയ്ക്കായി വേണ്ടിയിട്ട്. അങ്ങനെ ആ ചിത്രം ആ കുട്ടിക്ക് സമ്മാനിച്ചപ്പോൾ എന്ത് ഹാപ്പി ആയിരുന്നു അറിയാമോ. അവിടെ മുഖത്തുണ്ടായിരുന്ന ഒരു ചിരി കാണാൻ എന്ത് നല്ല രസമല്ലേ. അങ്ങനെ ആ കുട്ടിയും ആ കുട്ടിയുടെ അച്ഛനും അങ്ങനെ അനീഷ് ചേട്ടനും അങ്ങനെ നേരത്തെ ആ ചേട്ടൻ്റെ കൂടെ വരയ്ക്കാൻ കൂടിയ ആ പയ്യൻ വരച്ചെടുത്ത ചിത്രവും ആ കുരുന്നുമോൾക്ക് സമ്മാനിച്ചു. അവനും നല്ല രീതിയിലാണ് ആ കുട്ടിയുടെ ചിത്രം വരച്ചെടുത്തത്. ഉടൻ തന്നെ മറ്റേ കുട്ടി എൻ്റെ ചേട്ടാ എൻ്റെ ചിത്രം കൂടെ വരച്ചെടുക്കൂ എന്ന് പറഞ്ഞ് കയറിയിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.